ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, പുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് അമ്പലത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് കൊടിയേറ്റം തന്നെയാണ്. ഇന്നത്തെ കൊടിയേറ്റം വൈകുന്നേരമാണ് ഉണ്ടാവുക. ഇന്ന് രാവിലെ മുതലേ നല്ല ഇരുടും മഴയാട്ടാ. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ, മഴക്കാലത്ത് പെയ്യുന്ന പോലത്തെ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല. മൊത്തം ഇന്നലെ പരിപാടിക്ക് സ്റ്റേജൊക്കെ മാറ്റി, ആദ്യം ഉണ്ടാക്കിയ സ്റ്റേജൊക്കെ മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടായിരുന്നു പരിപാടി നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതുകൂടാണ്ട് ചാക്യാർ കൂത്തുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അമ്മ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയി. എനിക്ക് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ഇട്ട് വെക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് സമയം ഇടുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ പോയി കാഴ്ചകൾ കാണാം. നമസ്കാരം. എന്താ അങ്ങയുടെ പേര്? എന്നെ ഇളവൂർ അനിൽ, അങ്കമാലി സ്വദേശം അല്ലേ? ഇവിടെ ഇന്ന് എന്താണ് അവതരിപ്പിക്കാൻ വന്നത്? ചക്കരക്കൂത്തിൽ ഏത് ഭാഗമാണ് കൂത്തിന് സ്വതയം അങ്ങനെ തീരുമാനിക്കാറില്ല. ഇല്ല അല്ലേ? വേദിയിൽ കയറി അതിന് ഉചിതമായ ഓഡിയൻസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ കഥ പറയാന്നുള്ളതാണ് കൂത്തിന്റെ ധർമ്മം. ഓക്കെ, അത് നമുക്കറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. എങ്ങനെയാണല്ലേ? കാരണം ഇപ്പൊ നമ്മളിപ്പോ പാഞ്ചാലി സ്വയംവരം പറയാമെന്ന് വിചാരിച്ച് സ്റ്റേജിൽ കയറി അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് പറ്റിയ ഉതകുന്ന ഓഡിയൻസ് അല്ല ഇരിക്കണത് എന്നുണ്ടെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഗണപതി പ്രാതൽ പറയാന്ന് പറഞ്ഞ് കയറി, അപ്പൊ അതിന് ഉചിതമല്ല ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പൊ കാണികളുടെ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് കഥ തീരുമാനിക്കുക സ്വതേ കൂത്തിന്. ഉണ്ടാവില്ലേ? ഒന്ന് നാളേക്ക് നല്ല പാട്ട. കണ്ട നല്ല മഴ കേട്ടാ. ആദ്യമായിട്ടാണ് ഉത്സവത്തിന്റെ സമയത്ത് ഇങ്ങനൊരു മഴ കാണും ഇവിടെ. മഴ കാരണം ഭക്തജനങ്ങൾക്കും നല്ല കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലക്ഷ്മിക്കുട്ടി ടീച്ചറായത് കേട്ടോ. ടീച്ചർ രാവിലെ പേപ്പർ വായിക്കണം. ടീച്ചറെ, ഉത്സവത്തിന്റെ ഇടക്ക് മഴ വന്നതിനെ പറ്റി എന്താന്ന് പറയാനല്ലേ? ഭക്തജനങ്ങളെ കുറവുണ്ടല്ലേ? ഭക്തജനങ്ങൾ വളരെയധികം കുറഞ്ഞു പോയി. ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയല്ലേ? മഴ ചെറുതായിട്ടൊരു ഇത് എടുത്തിട്ടില്ലേ? ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഒരു 11:30 ആകുമ്പോഴേക്കും സദസ് തിരികെ നിറയേണ്ട സമയമായി. കാലാവസ്ഥ എപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നില്ല, ഇതൊക്കെ സാധാരണമാണ്. എങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയിലും കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്കും ഈ സദസ് തിങ്ങി നിറഞ്ഞ സദസ്സായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന് ഇവിടെ ഈ വേദിയിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കേണ്ടിയിരുന്നത് കലാമണ്ഡലം അമ്പി ജോസ് അവർക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ നേരിട്ടത് കാരണം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ഇളവൂർ അനിലിനെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ അയച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ആദ്യമായി സഭയിൽ ഇവരെക്കാണെങ്കിൽ മിണ്ടാവ് വായിക്കുന്നത്
കലാകാരൻ സഞ്ജു കൃഷ്ണയാണ്. അദ്ദേഹത്തെയും ഈ രീതിയിലേക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക. കേൾക്കുമ്പോ എന്തെങ്കിലും തോന്നണ്ടോ ചോദിക്കണേ? എന്താ തോന്നാൻ? ഒന്നും തോന്നാനില്ല. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലല്ലേ ഇതൊക്കെ തോന്നുള്ളൂ. എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരവഗാഹം ഉണ്ടാകേണ്ടത് അതിലല്ല വെള്ളം വെക്കണ്ടേ? ഒരു ഇങ്ങനെയാ വളർത്തേണ്ടത്. വീട് വിളിച്ചാൽ അങ്ങനെ പോവാ. ഈ ഭാഗത്ത് വെള്ളം നോക്കുന്ന എന്തെങ്കിലും ഫലം ഉണ്ടാവും? വേഷം കെട്ടി നിൽക്കാന്നല്ലാണ്ട് എവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ അവിടെ പോയി നിൽക്കാൻ കാരണം നിശ്ചയുണ്ടോ? ഇത് കാണണം എന്നുള്ള മോഹം കൊണ്ടൊന്നുമല്ല. ഇവിടെ വന്നിട്ടുള്ളവരുടെ ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്നതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് ഇങ്ങനെ രക്ഷയായാൽ മതിയാവും. ഈ രക്ഷിതാവെന്ന് പറഞ്ഞാൽ അവരവരെ എപ്രകാരം രക്ഷിക്കണം എന്ന് ധരിക്കണോ അപ്രകാരം സർവ്വതിയെയും രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ആളെയാണ് രക്ഷിതാവ് എന്ന് പറയാം. ഇവിടെ അനവധി നിരവധി നാമധേയങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ തന്നെ പറഞ്ഞു കേട്ടാൽ എനിക്ക് കഴിവുള്ള വിധം ഞാൻ കഥ പറയാം. നിങ്ങള് സൗകര്യം പോലെ കഥ കേൾക്കും. ഒന്നെന്തെങ്കിലുമൊക്കെ ആയാലൊരു ഭാവം ഒക്കെ നദീ കൊതിയൊക്കെ അറിയിക്കുന്നുണ്ടോ അല്ലേ? ഈ സമരം ചെയ്യാൻ പുറപ്പെടുവിച്ചും സമരം ചെയ്ത് പുറപ്പെട്ടും ഒക്കെയുള്ള മനസ്സുകൊണ്ടുള്ള പ്രക്രിയയൊക്കെ കഴിയും അല്ലേ? ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടക്കുന്നു മാത്രമേ പറയാനുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ആണോ ഇവിടെ? അല്ല. ചിലതരം സമരം സമാനം അവര് തുല്യമായിരിക്കുന്ന സമരത്തെ ചെയ്യൂ. ആരായി അവര് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, സാക്ഷാൽ വിജയനും ശങ്കരനും തമ്മിൽ സമരം തുടങ്ങി.
തെറ്റിദ്ധരിക്കണ്ടാട്ടോ. വിജയൻ എന്ന് പറയുമ്പോൾ അർജുനനെ ഞാൻ ഉദ്ദേശിച്ചു. ഈ തെറ്റിദ്ധരിച്ച് വേറെ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. ആ അർജുനനും സാക്ഷാൽ ശ്രീപരമേശ്വരനും ഭഗവാനും തമ്മിൽ സമരം തുടങ്ങി. എടോ, ഈ കാലത്തിന് എന്ത് കാലമാറിയാ? ഭഗവാൻ എന്താ വേണ്ടത്? എന്തിനാ എന്താ വേണ്ടേ? അർജുനോ, എന്താ മനസ്സിൽ ആഗ്രഹം പറയോ? പാർവതി, സംശയിക്കൊന്നും വേണ്ട. നീ നിനക്ക് നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താ വെച്ചാൽ അത് പറഞ്ഞോളൂ. എന്നോടല്ലാണ്ട് ആരോടാ പാർവതിക്ക് ഇത് പറയാ? പിന്നെ ഉണ്ണിക്ക് എന്താണെന്ന് അറിയോ? പാർവതി, നീ ഉണ്ണിക്ക് എന്താ പറയാ? എനിക്കറിയാം. എന്തറിയാമോ പാർവതി പറയുന്നത്? നീ എന്താ പറയോ? തുറന്നു പറയുന്ന പാർവതി എന്താ മനസ്സിൽ വെച്ചാല് എനിക്കറിയാം. അവിടത്തേക്ക് അറിയാതെ അവിടുന്ന് അറിയില്ലാതെ എനിക്ക് അറിയിക്കാം. എന്റെ പാർവതി കാര്യം പറയോ? കുട്ടി എന്തിന് ആരെയും പാർവതിയും കൂടി എന്താണ് ചർച്ച ചെയ്യുന്നത്? ഭാവം പറഞ്ഞു എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിക്കുന്നു. നേരത്തെ വന്ന് ചായ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് ഈ ചുറ്റുവേഷവും മാറി ഞാൻ എന്ന് ഉള്ളിൽ മനപ്പായസങ്ങളേറെ കഴിച്ച് പാർവതി വർക്ക് പുറപ്പെടുന്ന വേഷമൊക്കെ മാറി ഉണ്ണി അർജുനനെ കാണുമ്പോ കാര്യമായിട്ട് അനുഗ്രഹിക്കാലോ. എന്റെ ഉണ്ണി അർജുനനെ കണ്ടെത്ത നാളത്തിലായിരിക്കണോ. അതുകൊണ്ട് അർജുനനെ അനുഗ്രഹിക്കാലോ എന്നുള്ള ആത്മബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടി പാർവതി വേഷമൊക്കെ മാറി പതുക്കടന്നതോടു ഭഗവാനും മനസ്സുകൊണ്ട് ഉറച്ചു. അർജുനന്റെ അടുത്തേക്ക് അവർ പറഞ്ഞത് സ്വതയുള്ള വേഷത്തിൽ അർജുന സമക്ഷത്തേക്ക് ചെന്നാൽ അർജുനൻ സാഷ്ടാംഗം മനസ്സിലാക്കി. അപ്പൊ പിന്നെ വിചാരിച്ച കാര്യം ഇത് നടക്കുന്നു. അതുകൊണ്ട് ഈ ഉള്ള വേഷം ഒന്ന് മാറി താവാൻ പുറപ്പെടാൻ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു എന്ന് മാത്രമല്ല ഇരുന്നിരിപ്പിന് വേഷവും മാറി. പാർവതി ഭാര്യയായിട്ട് ഉണ്ണിയുടെ അടുത്തേക്ക് ഭഗവാന്റെ കൂടെ പുറപ്പെടാലോ എന്ന് നിശ്ചയിച്ച് പതുക്കെ അവിടെ നിന്ന് പുറപ്പെട്ട് വന്ന് ഭഗവാന്റെ അടുത്തേക്ക് എത്താന്നുള്ളത് കാര്യം. ഭാഗവതി നോക്കുമല്ല താടി തലയൊക്കെ നോക്കി പക്ഷം സാധുകളൊക്കെ വളർത്തി അതിന്റെ ഇരിപ്പും ഭാവവും സമ്പ്രദായവും കൂടെ ഇതൊക്കെ ഇരിക്കുന്ന മുകളിലുണ്ട്. പക്ഷെ ഇരിക്കുന്ന സ്ഥാനം അത്ര മോശമല്ല. ഭഗവതി സസൂക്ഷ്മ വീക്ഷിക്കണേ. നോക്കണത് കണ്ടപ്പോ ഭഗവാന്റെ മനസ്സിൽ നിന്ന് അറിഞ്ഞില്ല. അർജുനൻ തന്നെ തിരിച്ചറിയരുതെന്നേ ഭഗവാൻ വേഷമാണെന്ന് മനസ്സിലുള്ളൂ. ഇവിടെ പാർവതിക്ക് തന്നെ മനസ്സിലാവില്ല. ഇതിൽ പല സന്തോഷം വേറെ ഭാര്യയ്ക്ക് ഭർത്താവിന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ
ദേശാധിപാതം എന്ന ആളാണ് ഭാര്യ. ആ ഭാര്യയ്ക്ക് ഭർത്താവിന് മനസ്സിലാവില്ലാതെ വേറെ ആരും ഇനി മനസ്സിലാക്കാൻ പോണില്ല എന്ന സത്വം ഭഗവാൻ നിശ്ചയിക്കുന്നത്. പതുക്കെ വിളിച്ചു പാർവതി വഴിയൊക്കെ വിളിക്കുന്ന മുമ്പിലുണ്ട്. പക്ഷേ പുറത്തേക്ക് വരാൻ ഇരിക്കുന്ന സ്ഥാനം മാത്രം അതായത് വീണ്ടും സൂക്ഷ്മമായിട്ട് നോക്കുക. വീണ്ടും സൂക്ഷ്മമായിട്ട് നോക്കുകയാണല്ലോ ഭഗവാൻ കൗതുകായി. പാർവതി നല്ല കേട്ട് പരിചയമുള്ള കഥ. പാർവതി ഇങ്ങനെ സൂക്ഷിച്ച് കേൾക്കാൻ പോ. പാർവതിനെ വിളിക്കാൻ കേൾക്കണ്ട. നോക്ക്, ഞാൻ തന്നെയാണ് നീയൊക്കെ എന്നോട് പറഞ്ഞു കാട്ടിലേക്ക് പോകണം, ഉള്ളി അർജുനനെ കാണണം, പാശുപതം കൊടുക്കണം. നീയല്ലേ എന്നോട് നടപ്പോ സ്വാമി അവിടുന്ന് ഇങ്ങനെ ഒരു വേഷമൊക്കെ കെട്ടി കാട്ടിലേക്ക് പുറപ്പെടുമ്പോ ഞാൻ എങ്ങനെയാ ഭഗവാനെ അവിടുത്തെ കൂടെ പോരാ? ഞാൻ പോരില്ല ഭഗവാനെ, ഞാൻ പോരില്ല. നീ എന്റെ കൂടെ നിന്റെ മനസ്സിന് നന്നെ തൃപ്തിയുണ്ടെങ്കിൽ മാത്രം എനിക്കറിയാം അങ്ങനെയും നടന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ കൂടെ ഒന്ന് ക്ഷമിക്കുമോ? ഇത്രയും സമയം കേട്ടവർ ഒരു ക്ഷമാപണത്തോടെ കേട്ടെ. കാരണം പലർക്കും പലരുടെയും മനസ്സിലെ ധാരണ ചാക്യാർകൂത്തെന്ന് പറയുന്ന ഒരു കോമഡി ഷോ ആണെന്നാണ്. ഒരിക്കലും അതല്ല. ചക്ഷുഷ യജ്ഞമാകുന്ന യജ്ഞമാണ് കൂത്ത്. 3 പിരിയിട്ട നിലവിളക്ക് കൊടുത്തി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സാക്ഷി നിർത്തി ത്രൈലോക്യ സാന്നിധ്യം വരുത്തി നിലത്ത് സരസ്വതിക്ക് അരിയും നാളികേരവും വെറ്റിലയും അടക്കയും നാണയവും ദക്ഷിണ സമർപ്പിച്ച് ഇടത്ത് ഗണപതിക്ക് അതിൽ നിന്ന് ശർക്കര പഴം എന്നിവ യജ്ഞം വെച്ച് നന്ദികേശ്വര സങ്കല്പത്താൽ നമ്പ്യാർ മിഴാവോക്ഷപ്പെടുത്തി വിദൂഷക വേഷധാരിയായ ചാക്യാർ രംഗത്ത് വന്ന് അഷ്ടമിപ്പാലകന്മാരെ നൃത്തരൂപത്തിൽ ക്രിയ ആടിത്തീർത്ത് വിദൂഷക സ്തോഭം നടിച്ച് ചാക്യാർ വിദൂഷകനായി മാറുന്നു. പീഠിക പറയുന്നതിലൂടെ ഏത് കഥയാണ് പറയാൻ പോകുന്നത് എന്ന് നിശ്ചയിക്കുകയും അവതാരിക പറഞ്ഞ് പീഠം വലിച്ചിരുന്ന അവതാരിക പറഞ്ഞ് ശ്ലോകം ചൊല്ലി അന്യാർത്ഥങ്ങൾ പറഞ്ഞ് കഥ പുരോഗമിക്കുമ്പോൾ പാർവതീദേവിയുടെ മടിയിലിരുന്ന് ഉണ്ണിഗണപതി നാരദന് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് സങ്കല്പം. അങ്ങനെ കഥ മുന്നേറുമ്പോൾ അതിലെ കഥാപാത്രങ്ങളായി നമ്മളിൽ ആർക്കെങ്കിലും മാറുവാൻ സാധിച്ചാൽ ഈ ജന്മം ചെയ്ത പാപം കഴുകിക്കളയപ്പെടുന്നു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ദ്വാപരയുഗത്തിലെയും ത്രേതായുഗത്തിലെയും കൃതയുഗത്തിലെയും ഒക്കെ കഥകളെ ഇവിടെ നടക്കുന്നതായി ചിത്രീകരിച്ച് നമ്മളിൽ ഓരോരുത്തരും ആ കഥയിലെ കഥാപാത്രങ്ങളായി മാറുമ്പോൾ മനസ്സുകൊണ്ട് നമ്മളെ ആ യുഗത്തിലേക്ക് മാറ്റി മനസ്സിനെ ഉത്തേജിപ്പിക്കലാണ്, മനുഷ്യന്റെ മനസ്സിലെ ചിന്തകളെ ഉത്കൃഷ്ടമാക്കലാണ് ചാക്യാരുടെ ചിന്തകൾ. ഓരോ കഥകളിലും ഉപകഥകളിലൂടെ നമ്മുടെ മനസ്സിനെയാണ് ചിട്ടപ്പെടുത്തുന്നത്. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നല്ല ചിന്തകൾ വിരിയുന്ന മനസ്സും ആരോഗ്യസമൃദ്ധമായ ശരീരവുമാണ് ഉത്തമ മനുഷ്യന്റെ ലക്ഷണം. അതില്ലാതെ കണ്ട് മനുഷ്യരൂപത്തെ കൊണ്ട് നടക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഏതോ ഒരു ജീവികളെ പോലെ നമ്മളും ജനിക്കുന്നു, ഒടുവിൽ മരിക്കുന്നു. കഥ പൂർത്തീകരിച്ച് ചെവിപ്പൂ കളിച്ച് മുടിയടിച്ച് വിരാമം കലാശം കൊട്ടിത്തീർത്ത് കൂത്തുമുടിച്ച് വിളക്കിലെ പിന്തി
സന്നിധികൾ രണ്ടും ഒരുമിച്ച് ചേർക്കുമ്പോൾ ചക്ഷുഷയജ്ഞമാകുന്ന യജ്ഞം അഥവാ കൂത്ത് പൂർണ്ണമാകുന്നു. അങ്ങനെ ഈ പൂർണ്ണതയിൽ അത്യാവസാനം ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ രംഗത്തിന്റെ ചാക്യാർക്കൊക്കെ അവതരിപ്പിക്കേണ്ടത് എന്റെ അനുജ സഹോദരനായ അഭിജോഷാണ്. അദ്ദേഹത്തിന് ചില പനിയും കുറച്ച് കൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും എനർജി ഉപയോഗിച്ചാൽ അത് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് എന്തോ എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ അല്പസമയം അനുവദിച്ചു തന്നതിന് ഇവിടുത്തെ കമ്മിറ്റിക്കാരോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും എന്നെ ശ്രമിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ പിൻവാക്കുകളിൽ എന്തെങ്കിലും തെറ്റായി ജനിച്ചെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടും അത് എന്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടും എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ ആയെങ്കിൽ അത് എനിക്ക് അക്ഷരങ്ങളെ പൂർത്തീകരിച്ചു തന്ന എന്റെ ഗുരുനാഥന്മാരുടെയും എന്നെ ജനിപ്പിച്ച എന്റെ മാതാപിതാക്കളുടെയും അനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. രംഗത്ത് ചാക്യാർക്കോട്ട് അവതരിപ്പിച്ചത് ശ്രീ രാജാസ്പതി റവൂരമൽ യുവാവുമായി കലാമകളാണ് സിന്ധു കൃഷ്ണ. കുടിയേറ്റത്തിന് ശേഷം തിരുവൃത്തം ഉണ്ടായിരിക്കും. തിരുവൃത്തം കാണുവാനും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ സുഗന്ധഹോമം, വൈകുന്നേരം സർപ്പബലി, മൃത്യുഞ്ജയ ഹോമം എന്നീ വിശേഷ പൂജകളുണ്ടായിരുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മൃത്യുഞ്ജയ ഹോമം, സർപ്പബലി, സുഗന്ധഹോമം എന്നീ പരിപാടികളൊക്കെയും ക്ഷേത്രത്തിൽ മഹോത്സവ കാലത്ത് മാത്രം നടത്തുന്നതാണ്. അത്രയും ശ്രേഷ്ഠമാണ് ആ പരിപാടികൾ. പരിപാടികൾ കഴിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി പേർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കൗണ്ടറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വഴിപാട് കൗണ്ടർ, അതുപോലെ തന്നെ സംഭാവന കൗണ്ടർ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഉത്സവാഘോഷത്തിനായി സംഭാവന അതിഗംഭീരമായിട്ടാ പരിപാടി. ഭഗവാന്റെ അനുഗ്രഹം, അതെ, ഈശ്വരാധീനമില്ലാണ്ട് ഒന്നും നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. ഭഗവാൻ തോന്നിപ്പിക്കണു, നമ്മൾ പറയണു. ഇവിടുത്തെ ഓഡിയൻസ് എന്തുണ്ട്? കുഴപ്പമില്ല, ഓഡിയൻസ് അവരാണ് പറയണ്ടേ. നമ്മള് എന്താ വേഷം കെട്ടി ആടുക, പണി തീർക്കാൻ പോവുക. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ചാക്യാർകൂത്തില് എല്ലാവരും ഒരേ ശൈലിയിൽ തന്നെയാണോ ഇത് അവതരിപ്പിക്കുക? അതുപോലെ തന്നെ നിങ്ങളെ ഇതിന്റെ അകത്ത് മദ്യത്തിലൊക്കെ ഓരോ കാര്യങ്ങള് പറയുന്നുണ്ടല്ലോ, അതായത് ഇതിന്റെ ഇടക്കിടക്ക് കുറിച്ചിട്ടോ? അല്ല, ഇടക്കിടക്ക് മദ്യത്തില് നടുക്ക് ഇടക്കിടക്ക് നിങ്ങളെ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നല്ലോ, അത് എല്ലാവരും ഒരേ രീതി തന്നെയാണോ? ഒന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. പിന്നെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ അമ്മന്നൂര്, മാണി, അങ്ങനെ കുറെ, പൈങ്കുളം, അങ്ങനെ കുറെ ശൈലികളുണ്ട്. അതിൽ ഞാൻ കൂടുതലും അനുവർത്തിച്ചു വരുന്നത് മാണി, അമ്മന്നൂർ ശൈലികളെ മിക്സ് ചെയ്തിട്ടാണ്. സന്തോഷം, ഇങ്ങനെ കാണാൻ പറ്റിയാലും ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാലും. കുറേയും നമ്മുടെ മാനറിസങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ജനങ്ങളിലേക്ക് എത്താനും എത്തിക്കാനും, പഴയ പോലെ ആ ചട്ടക്കൂടിന്റെ മാത്രം ഉള്ളിൽ നിന്നാൽ ജനങ്ങൾ അത്ര രസിക്കില്ല എന്നുള്ള ഒരു ബോധമാണ് ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യുന്നതിന് കാരണം. സന്തോഷം. സ്വാമി ചരണം. കുറച്ച് ചോറ് കിട്ടാൻ ഗിരീഷ് ചേട്ടൻ എല്ലായിടത്തും ഉണ്ടല്ലോ.
പേരെന്നാ? എന്നാ പേര് മോളെ? പൊന്നുന്ന പേര് ശരിക്കും പേര് പറ. ഓള് ഫുള്ള് പേടിച്ചിട്ടുള്ള. മാതൃസമിതിയുടെ ചുണക്കുട്ടികൾ. അതിൻ്റെ ചേച്ചി ശരിക്ക് കഴുകട്ടോ. നിങ്ങളെ പേരെന്നാ? എവിടുന്ന വരുന്നേ? അതെയാ, കാഞ്ഞിരോട് ദിവസം. നിങ്ങളെ വീട് എവിടെയാ? കൂടാളിയാ. ഇവിടെ എല്ലാ വർഷവും വരുത്തുണ്ടോ? ഇല്ല, ഞാൻ എത്തുണ്ട്. പക്ഷെങ്കിൽ ഉത്സവത്തിന് ആദ്യമായിട്ട് ചോദിക്കാൻ വന്നത്. ഇന്നലെ ഇന്നും വന്നു. എന്തുണ്ട് ഭക്ഷണം? സൂപ്പർ. അതെയാ. അപ്പൊ ഇനി ഉത്സവം കഴിഞ്ഞാലും വരൂലേ? എല്ലാ തിരുവോണത്തിനും നമ്മളിവിടെ വരുത്തുണ്ട്. അതെയാ, സന്തോഷം. അതേ സ്ഥാനത്ത് ഇവിടെ ഉണ്ടല്ലേ. എല്ലാം മുറിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? എന്നേ ഒച്ചത്ത് പറ കേൾക്കൂല. അതാ ഈടി സുശീല മളിയപ്പുറം വന്നിട്ടാ. എന്താ കഥ? നിങ്ങള് തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട് പറഞ്ഞല്ലോ അല്ലേ? നമസ്കാരം. നിങ്ങളെ പേര്? രാധാകൃഷ്ണൻ. ഭക്ഷണം ഉണ്ടാക്കുന്ന ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ? സാമ്പാർ, ഇഞ്ചി, മത്തങ്ങൂട്ടേറി, അച്ചാർ, പാൽപ്പായസം. എല്ലാരും ഭക്ഷണം കഴിച്ച് എല്ലാരും നല്ല അഭിപ്രായം പറയും. ശരിയാവുക ഏത് രീതിയിലാ കിട്ടുക? നല്ല മണല്ലേ സാമ്പാറിന്റെ? മണം കേട്ടിട്ട് കുടലേ അറിഞ്ഞു. നമുക്ക് ഇത് കുടലറിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടി വരില്ല. എന്താ ചേറാ? ബീട്രൂട്ടാ? ബീട്രൂട്ട്. മഴയായിട്ട് കൂടാ ഭക്തജനങ്ങളുടെ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഭക്ഷണശാലയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാ കുറുവേരിയാ? കുറുവേരി കാമധേനു. കാമധേനോ? നല്ലത്. ഏകദേശം എത്ര ആള് ഭക്ഷണം കഴിച്ചാണോ നിങ്ങളത്? ഏകദേശം ഒരു 10-100 ആള് എന്തായാലും ഭക്ഷണം കഴിക്കണം. അത്രയായല്ലോ. വിളക്കില് എണ്ണയെല്ലാം ഒഴിച്ച് തിരിയെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. അനിതസ്വാമി, സ്വാമി ശരണം. സ്വാമി ശരണം. എങ്ങനെ ഉത്സവം എങ്ങനെ പോകുന്നു? ഉത്സവം എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അന്നാന്ന് നമ്മളെല്ലാം മഴ എന്തെങ്കിലും വിഘ്നം വരുത്തിയോ? വിഘ്നവും ഇല്ല. ഇല്ല അല്ലേ? ഗംഭീരായിട്ട് മഴയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മഴേന്റെ ഭാഗത്ത് പോകുന്നു, നമ്മുടെ ഭാഗത്ത് പോകുന്നു. വളരെ ഇനി 2-3 ദിവസമല്ലേ ബാക്കിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സങ്കടമാവുന്നു. അത് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു. 3 ദിവസം കഴിയുമ്പോൾ കൊടി ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വിഷമമുണ്ട്. കൊടി ഏറിയെന്ന് പോലും ഇറങ്ങുന്ന വെച്ചിട്ട് പേടിയാവുന്നു. നമ്മളെ ഒന്നും വിചാരിക്കണ്ട. രാവിലെ എണീറ്റിട്ട് ഒറ്റ വരവിങ് വരും, വൈകുന്നേരം തിരിച്ചു പോകുന്നു. അതെ, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങിയെങ്കിലായി, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ അവസ്ഥ. പിന്നെ ഗ്രാമപ്രദേശത്തിന് മഴ കൊണ്ടിട്ടില്ലേ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. മഴയുണ്ടെന്ന് അറിഞ്ഞിട്ടും കൂടിയില്ല അല്ലേ? അങ്ങനെയാണ്. അതെ, എന്നാ പിന്നെ നടക്കട്ടെ.
ജിതിൻ ആർമിയിൽ നിന്ന് വന്നിട്ട് നമ്മളെ അമ്പലത്തിന് സേവിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളൂ കേട്ടാ. സ്വാമി ശരണം, സ്വാമി ശരണം. എന്താണ് ഇനി എത്ര ദിവസമുള്ളല്ലേ യാത്രക്ക്? അതെ, കഴിഞ്ഞല്ലേ? നമസ്കാരം. നമസ്കാരം. സന്തോഷായില്ലേ? സന്തോഷായി. അങ്ങേക്ക് സന്തോഷമായോ? അതാണ് നമുക്ക് എല്ലാം ഈശ്വരന്റെ നിശ്ചയം പോലെയാണ് എല്ലാം. കാരണം നന്മതിന്മകൾക്ക് നടുവിലാണ് നമ്മളുള്ളത്. അപ്പൊ എല്ലാം കമ്മിറ്റി പ്രസിഡന്റാണ് ശ്രീധരട്ടെ. ശ്രീധരട്ടൻ എന്താ പറയാനുള്ള ഇന്നത്തെ ചാക്യാർകൂത്ത് ഗംഭീരല്ല, അതിഗംഭീരായി അല്ലേ? അതിഗംഭീരം. അതെ, നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതെ അതെ, മഴയുണ്ടെങ്കിലും നല്ല ഓഡിയൻസ്. സദസ്സിലുള്ള കാലാവസ്ഥയിലും അനുകൂല പ്രോഗ്രാമായി മാറി ഈശ്വരാധീനം. സന്തോഷം, സന്തോഷം, വളരെ സന്തോഷം. യാത്ര നല്ലതാട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. ഇത് നാളെ മറ്റന്നാളെ ഇവരെ നമ്മളൊരു യൂട്യൂബ് ഫാമിലിയിലുള്ള ആളാട്ടോ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലേ? നമ്മൾ വീഡിയോ എല്ലാം കാണില്ലേ? അതെയാ, സന്തോഷം കണ്ടേല്. പേരെന്തേനും? ജയന്തിയാ. ഒറ്റക്കേ ഉള്ളൂ മാരെ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടു. അതെയാ. വീട് എവിടെയാ? വീട് കണ്ണാടിപ്പറമ്പ് അമ്പലത്തിനടുത്താണ്.
Om Namo
ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. 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 ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ 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 ഭഗവതേ വാസുദേവായ. ഓം നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണായ. ഓം നമോ
അല്പസമയത്തിനകം ഇരുവർക്കും നടത്താൻ ശ്രമിക്കുന്നു. നാളെ ക്ഷേത്രത്തിൽ നടക്കുന്ന യോഗത്തിൽ സജ്ജമാക്കിയ സംഭാവന കളവുമായി മനസ്സിലാവുന്നതാണ്. നാളെ വിജയദാസന്റെ സപ്തമി നിങ്ങളെ വീട് എവിടെയാ? പേര് ബിജു. ബിജു ഇവിടെ ആദ്യമായിട്ട് ഞാൻ നോക്കുന്നത് അതിങ്ങനെ KT ബിജു പറഞ്ഞേ കേട്ടോ. KT ബിജു ബിജു അല്ലേ? KT പറയലേ അറിയപ്പെടും. KT ബിജു എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലേവർ चाहिए वनीला स्ट्रॉबेरी चॉकलेट സ്പാനിഷ്
പരിപാടി അവസാനിച്ച് എല്ലാവരും പോയി, കുറച്ചാളേ ഇടയുള്ളൂ. എന്നാ അമ്മ ഇന്നത്തെ പരിപാടിനെ പറ്റി പറയാനില്ല. ഇന്നത്തെ പരിപാടി എന്നാ പറ. ഇന്നത്തെ പരിപാടി ഉഷാറന്നെ, തടമ നിർത്തല അടിപൊളിയാന്ന് എല്ലാം. ഈ പറഞ്ഞ പോലെ ഉത്സവം തീർന്നു വരുമോന്ന് നമുക്കെന്താ അറിയേണ്ടത്. ചങ്ങായിമാരെ, ഇന്ന് കൊടിയേറ്റായിരുന്നു. അതിഗംഭീരമായി കൊടിയേറ്റം നടന്നു. തെടമ്പീർത്ത് അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നു. സുരം ഉണ്ടാകുന്ന ആളല്ല, കുന്നത്തിലത്ത് സുരേന്ദ്രൻ നമ്പൂരി എന്ന് പറഞ്ഞ ആളാണ്. ഇത് ആരാന്നറിയില്ല, വേറൊരാളാണ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ വീഡിയോ നമ്മളിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും നാളെ ഉത്സവത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.